ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ റംലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായില്ലേ. അപ്പോൾ റംലാനിലേക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ഞാൻ കാണിച്ചിട്ട് നമ്മൾ സ്പ്രിംഗ് റോൾ അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. വാ, അതിന് വേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പ്, മുളക്, മഞ്ഞൾ, ഗരം മസാല, കുരുമുളക് ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉള്ളി, കുറച്ച് ഗാർലിക്ക്, പച്ചമുളക് ഇതെല്ലാം കൂടി ഞാനൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചിക്കനൊന്ന് വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് മാറ്റി വെക്കാൻ പോകും. ഈ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഫില്ലിങ്ങും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ അധികം അതിനെക്കൊണ്ട് അത് മാറ്റി വെച്ച് എന്നിട്ട് ഞാൻ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളി, പച്ചമുളകില്ലേ അതൊന്നിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ബീൻസാണ് ഇട്ടെടുത്തത് ഫസ്റ്റിൽ. അപ്പോൾ ബീൻസിനെ കുറച്ചും കൂടി വേവുള്ളതിനെക്കൊണ്ട് ആദ്യം ബീൻസ് ഇട്ടെടുത്ത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ക്യാബേജും ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലും നമ്മൾ വെജിറ്റബിളൊന്നും അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറമൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ സോഫ്റ്റായി വരുമ്പോൾ ഞാനിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇനിയിപ്പം നിങ്ങൾ കുറേ ചിക്കൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ വെജിറ്റബിൾസും എടുത്ത് ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടിയാണ്. എന്നിട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കൊക്കെ ഇതിൽ വേണമെങ്കിൽ ആഡാക്കി കൊടുക്കാം നമുക്ക്. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പം ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കനില്ലേ അതൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലാണ്. മല്ലിയില ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയി കേട്ടോ. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ വെള്ളം ആഡാക്കിയിട്ട് ഒന്ന് കട്ടയില്ലാണ്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. റോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റ്സാണ് എടുത്തത്. ഇത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര തിന്നായിട്ടുള്ള ഓരോ ഷീറ്റ്സാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാൽ ഇതേപോലെ ഷീറ്റ് ഓരോന്നായിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇതിൽ നിന്നിപ്പോൾ ഞാനൊരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കുറച്ച് താഴ്ന്ന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് വെച്ചെടുക്കാം. ഒരുപാട് മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമല്ല ഭയങ്കര തിന്ന് ഷീറ്റ് അതിനെക്കൊണ്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് മസാല മാത്രം വെച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനൊരു പീസ് ചീസ് വെച്ചെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാനിത് മടക്കാൻ പോവാണ്. ആദ്യം ഞാൻ താഴ്ന്ന് മുകളിലോട്ടേക്ക് മടക്കി പിന്നെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ കൂട്ടി മടക്കി. അതിപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് അതിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് മൈദ നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദല്ലേ അതൊന്ന് മൈദ പേസ്റ്റ് അതൊന്ന് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം.
ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാ റോൾസും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇതെന്തായാലും നമ്മളെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഭയങ്കര ക്രിസ്പിയാണ്. അതുമല്ല ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്സൊക്കെ വരുന്നുണ്ട്. അതുമല്ല നമ്മളെ മക്കൾ വെജിറ്റബിൾസൊക്കെ തിന്നാൻ മടിയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജൊക്കെ വെക്കുന്നില്ലേ, അപ്പോൾ അവരെ കൊണ്ട് പച്ചക്കറി കഴിപ്പിക്കാനും നമുക്കിതിലൂടെ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളെ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ ഇപ്പോൾ ഞാനിപ്പം വെജിറ്റബിൾസൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫില്ലിങ്സാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമൂസൻ്റെ ഫില്ലിങ്സില്ലേ, ഉള്ളിയും പച്ചമുളകൊക്കെ മാത്രം ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ആ ഫില്ലിങ്സും ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതേപോലെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ്സും ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. കാരണം ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് അധികം ഹൈ ഫ്ലെയിമിലൊന്നും ഇടാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് നമ്മൾ വാങ്ങി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ഷീറ്റിൽ തന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റംസാൻ്റെ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.